അപ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം ഇതാണ്: തീയർ ഹിന്ദുക്കളാണോ? ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ പറ്റുന്ന ഒന്നല്ല ഇത്. കാരണം അവരുടെ ചരിത്രത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഓരോ അടരുകളിലേക്കും നമ്മൾ ഇറങ്ങിച്ചെല്ലും തോറും ഈ ചോദ്യത്തിന്റെ ഉത്തരം കൂടുതൽ സങ്കീർണമാവുകയുമാണ്, അതേസമയം കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. അവരുടെ പാരമ്പര്യം വെച്ച് നോക്കിയാൽ അതിന്റെ കാതലിതാണ്. തീയർ ഒരിക്കലും ബ്രാഹ്മണ ആചാരങ്ങളിലും വേദങ്ങളിലും അധിഷ്ഠിതമായ മുഖ്യധാരാ ഹൈന്ദവതയുടെ ഭാഗമായിട്ട് തങ്ങളെ തന്നെ കണ്ടിരുന്നില്ല. അതായത് ബ്രാഹ്മണരുടെ പൗരോഹിത്യ അധികാരമോ വർണ്ണവ്യവസ്ഥയോ അവർ അംഗീകരിച്ചിരുന്നില്ല. പകരം അവൾക്ക് അവരുടേതായ തികച്ചും സ്വതന്ത്രമായ ഒരു ആരാധനാക്രമവും ജീവിതരീതിയും ഉണ്ടായിരുന്നു. അവരുടെ ഈ വേറിട്ട വ്യക്തിത്വത്തിന് ഏറ്റവും വലിയ അടിവരയിടുന്നത് എന്താണെന്നോ? അത് അവരുടെ ദൈവസങ്കല്പങ്ങളാണ്. ബ്രാഹ്മണ പാരമ്പര്യത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ, കടലുമായി ആഴത്തിൽ ബന്ധം പുലർത്തുന്ന ഒരു വിശ്വാസലോകം. ഇവിടെ നമുക്ക് ആ വ്യത്യാസം വളരെ വ്യക്തമായി കാണാം. ഒരു വശത്ത് തീയരുടെ ആരാധന, അത് അടിസ്ഥാനപരമായി വിഗ്രഹരഹിതമാണ്. അവരുടെ പ്രധാന കുലദേവത ആര്യപൂമാല. അവർക്ക് വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ ഒന്നുമില്ല. മറുവശത്ത് ബ്രാഹ്മണ ആരാധനയാകട്ടെ വിഗ്രഹങ്ങളെ കേന്ദ്രീകരിച്ചാണ് നിലനിൽക്കുന്നത്. മറ്റൊരു പ്രധാന വ്യത്യാസം, തീയർ ആരാധിക്കുന്നത് വേദങ്ങളിലെ ദൈവങ്ങളെയല്ല, മറിച്ച് സ്വന്തം വംശത്തിൽ നിന്ന് തന്നെയുള്ള വീരന്മാരെയും പൂർവികരെയുമാണ്. എന്തിനധികം തങ്ങൾ ആ ദൈവങ്ങളുടെ രക്തപരമ്പരയിൽപ്പെട്ടവരാണെന്നുള്ളൊരു ഉറച്ച വിശ്വാസം അവർക്കിടയിലുണ്ട്. ഇനി അവരുടെ പ്രധാനപ്പെട്ട ചില ആരാധനാമൂർത്തികളെ പരിചയപ്പെടാം. ഓരോരുത്തർക്കും അവരുടേതായ കഥകളുണ്ട്, പ്രത്യേകതകളുണ്ട്. ഉദാഹരണത്തിന് മുത്തപ്പൻ. കള്ളും ചുട്ട മീനുമാണ് പ്രധാന നിവേദ്യം. ലഹരിയും മാംസവുമൊക്കെ വർജ്യമായി കാണുന്ന ബ്രാഹ്മണ ആചാരങ്ങൾക്ക് നേർവിപരീതമാണിതല്ലേ? പിന്നെ കതിവന്നൂർ വീരൻ, ചരിത്രത്തിൽ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നൊരു യോദ്ധാവാണ് അദ്ദേഹം. അപ്പോൾ ഈ ദൈവങ്ങളെല്ലാം അവരുടെ സാധാരണ ജീവിതവുമായി എത്രത്തോളം ഇഴുകിച്ചേർന്നിരിക്കുന്നുവെന്ന് നോക്കൂ. അവരുടെ വിശ്വാസങ്ങളിൽ നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു ഘടകമുണ്ട്. അതാണ് ദൈവങ്ങളുടെ സമുദ്രയാന പാരമ്പര്യം. അതായത് അവരുടെ പ്രധാന ദൈവങ്ങളെല്ലാം കടല് കടന്ന് ഏതോ ദൂരദേശങ്ങളിൽ നിന്ന് വന്നവരാണെന്നാണ് ഐതിഹ്യം. ഒരു പക്ഷേ ഇതവരുടെ പൂർവികരുടെ തന്നെ കുടിയേറ്റ ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സൂചനയായിരിക്കാം. ഒരു ഉദാഹരണം നോക്കാം. വയനാട്ടുകുലവന്റെ യാത്രയെക്കുറിച്ചുള്ള കഥ. അദ്ദേഹം ഒരു വലിയ ശംഖിലിരുന്ന് 7 കടലുകളും താണ്ടി മലബാറിലെത്തി എന്നാണ് വിശ്വാസം. ഇത് വയനാട്ടുകുലവൻ മാത്രം ബാധകമായ ഒന്നല്ല. ആര്യപൂമാലയ്ക്ക്, മുത്തപ്പനുമടക്കം മറ്റു ദൈവങ്ങളുടെയെല്ലാം കഥകളിൽ ഈ കടൽ ബന്ധം നമുക്ക് കാണാൻ സാധിക്കും. ബ്രാഹ്മണ പുരാണങ്ങളിൽ അത്രയൊന്നും കാണാത്തൊരു പ്രത്യേകതയാണിത്. അപ്പോൾ വിശ്വാസങ്ങളിൽ നിന്ന് നമുക്ക് അവരുടെ ജീവിത രീതികളിലേക്ക് വരാം. അവിടെയും തീയർ പിന്തുടർന്നിരുന്നത് അവരുടേതായ ഒരു വഴിയാണ്. അത് ഒരു യോദ്ധാവിന്റെ പാതയായിരുന്നു. അവരുടെ സാമൂഹിക ജീവിതത്തിൽ ആയുധങ്ങൾ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു എന്ന് തന്നെ പറയാം. ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വരെ രേഖപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. തീയർ ഏതു തൊഴിൽ ചെയ്യുന്നവരായാലും ശരി, എപ്പോഴും ആയുധം കയ്യിൽ കരുതും. ജനനം മുതൽ വിവാഹം വരെയുള്ള ചടങ്ങുകളിൽ പോലും ആയുധങ്ങൾക്കൊരു പ്രധാന പങ്കുണ്ടായിരുന്നു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇതെല്ലാം അവർ ഒരു പുരോഹിത വർഗത്തിൻ്റെയും സഹായമില്ലാതെ ഒരു സമൂഹമെന്ന നിലക്ക് നേരിട്ട് തന്നെ നടത്തിപ്പോന്നു എന്നതാണ്. നേർച്ചകളുടെ കാര്യത്തിലും ഈ വ്യത്യാസം വളരെ പ്രകടമാണ്. വയനാട്ടുകുലവന് പന്നിയിറച്ചിയും വേട്ടയാടിയ മാംസവുമാണ് നേർച്ച. ഒന്ന് ഓർത്തു നോക്കൂ. സാത്വികമായ സസ്യാഹാരത്തിന് മാത്രം പ്രാധാന്യം നൽകുന്ന ബ്രാഹ്മണ രീതികളിൽ നിന്ന് ഇതെത്രയോ വ്യത്യസ്തമാണ്. തീർച്ചയായും ഈ ആചാരങ്ങൾ അവരുടെ നായാട്ടു പാരമ്പര്യത്തെയും ആ സ്വതന്ത്രമായ ജീവിതരീതിയെയും ഒക്കെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇനി മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പം, അതും തികച്ചും വേറിട്ടൊന്നാണ്. നമ്മൾ കേട്ടുപരിചയിച്ച കർമ്മഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള പുനർജന്മ സിദ്ധാന്തത്തിലല്ല അവർ വിശ്വസിച്ചിരുന്നത്. മയ്യഴിയിലെ തീയർക്കിടയിൽ വെള്ളിയാങ്കല്ല് എന്നൊരു സങ്കല്പമുണ്ട്. അതനുസരിച്ച് മരിച്ചവരുടെയും ഇനി ജനിക്കാനിരിക്കുന്നവരുടെയും ആത്മാക്കൾ തുമ്പികളുടെ രൂപത്തിൽ ഒരു കടൽപ്പാറയിൽ വസിക്കുന്നു. സംസാരചക്രമെന്ന ആശയത്തിൽ നിന്ന് എത്രയോ അകലെയുള്ള വളരെ കാവ്യാത്മകമായ ഒരു കാഴ്ചപ്പാടല്ലേ ഇത്? അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. ഇത്രയേറെ തനതായ സവിശേഷതകളുള്ളൊരു സംസ്കാരത്തെ പിന്നെ എങ്ങനെയാണ് മുഖ്യധാരാ ഹിന്ദുമതത്തിന്റെ ഭാഗമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളുണ്ടായത്? നമുക്കതാണ് ഇനി പരിശോധിക്കാനുള്ളത്. ഇതിനുള്ള പ്രധാന മാർഗം അവരുടെ ദൈവങ്ങളെ ബ്രാഹ്മണ ദൈവങ്ങളുടെ അവതാരങ്ങളായി പുനർവ്യാഖ്യാനിക്കുക എന്നതായിരുന്നു. സത്യത്തിൽ തീയരുടെ തനതായ ദൈവങ്ങൾക്ക് വിഷ്ണുവുമായോ ശിവനുമായോ ചരിത്രപരമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ ഈ ദൈവങ്ങളെല്ലാം ശിവന്റെയോ വിഷ്ണുവിന്റെയോ പല രൂപങ്ങളാണെന്നുള്ള കഥകൾ വന്നു തുടങ്ങി. ഇത് ചരിത്രത്തിൽ പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ള ഒരു തന്ത്രമാണ്. അതായത് വ്യത്യസ്തമായ വിശ്വാസങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമം. ഇവിടെ തെയ്യത്തിന്റെ പങ്കിനെക്കുറിച്ച് പറയുമ്പോൾ പൊതുവെയുള്ളൊരു തെറ്റിദ്ധാരണ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. തീയർ തെയ്യം കെട്ടിയാടുന്നൊരു സമുദായമല്ല.
ശരിയാണ്, അവരുടെ ദൈവങ്ങളെയും വീരപുരുഷന്മാരെയുമാണ് തെയ്യമായി കെട്ടിയാടുന്നത്. പക്ഷേ ആ അനുഷ്ഠാനം നിർവഹിക്കുന്നത് വണ്ണാൻ, മലയൻ തുടങ്ങിയ മറ്റ് സമുദായങ്ങളാണ്. തീയരുടെ റോൾ എന്താണെന്ന് വെച്ചാൽ അവർ ഭക്തരും ഈ അനുഷ്ഠാനങ്ങളുടെ രക്ഷാധികാരികളുമാണ്. ആധുനിക കാലമായപ്പോൾ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. ഭരണപരമായ സൗകര്യങ്ങൾക്കുവേണ്ടി തീയരെ തെക്കൻ കേരളത്തിലെ ഈഴവ സമുദായത്തോടൊപ്പം ചേർത്ത് തരംതിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ രണ്ടു കൂട്ടരെയും ഒരുമിച്ച് ഒരു ഹിന്ദു വിഭാഗമായി കണക്കാക്കിയതോടെ ആ ഏകീകരണം കൂടുതൽ വേഗത്തിലായി. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചരിത്രപരമായും സാംസ്കാരികമായും തീയരും ഈഴവരും വ്യത്യസ്ത പാരമ്പര്യങ്ങളുള്ളവരാണ്. ഈയൊരു കൂട്ടിച്ചേർക്കൽ തീയരുടെ തനതായ വ്യക്തിത്വം പതിയെ മാഞ്ഞു പോകുന്നതിന് ഒരു പ്രധാന കാരണമായി മാറി. അപ്പോൾ ഈ പറഞ്ഞ ബാഹ്യസമ്മർദ്ദങ്ങളും ഒപ്പം സംഭവിച്ച ആന്തരിക മാറ്റങ്ങളും ഇതെല്ലാം ചേർന്നപ്പോൾ തീയ സമുദായത്തിന്റെ സ്വത്വം ഇന്ന് വലിയൊരു മാറ്റത്തിന്റെ പാതയിലാണ്. പണ്ടത്തെ ആ കാലത്തിന്റെ ഒരു ചിത്രം ഈ ഓർമ്മക്കുറിപ്പിൽ വളരെ വ്യക്തമാണ്. ഒരു 60 വർഷം മുൻപ് വരെ തീയർ ബ്രാഹ്മണ ക്ഷേത്രങ്ങളെ ആശ്രയിച്ചിരുന്നേയില്ല. അവരുടെ ആത്മീയ ലോകമെന്നത് അവരുടെ സ്വന്തം കാവുകളും പള്ളിയറകളും, അതായത് ചെറിയ ലളിതമായ ആരാധനാലയങ്ങളും മാത്രമായിരുന്നു. അവിടെ ഇടനിലക്കാരായ പുരോഹിതന്മാരില്ലാതെ അവർ പൂർവികരെയും പ്രകൃതിയെയും നേരിട്ട് ആരാധിച്ചു. പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല. കാര്യങ്ങൾ ഒരുപാട് മാറിയിരിക്കുന്നു. ഈ താരതമ്യം നോക്കൂ. പണ്ടത്തെ കാവുകൾക്ക് പകരം ഇന്ന് ക്ഷേത്ര സന്ദർശനം വ്യാപകമായി. ഹോമം പോലുള്ള വൈദികാചാരങ്ങൾ അവർ സ്വീകരിച്ചു തുടങ്ങി. വിവാഹം, ഗൃഹപ്രവേശം, അങ്ങനെ പല കാര്യങ്ങൾക്കും ബ്രാഹ്മണ പുരോഹിതരെയും ജ്യോത്സ്യന്മാരെയും ആശ്രയിക്കുന്നത് സാധാരണയായി. എന്തിനേറെ, അവരുടെ ലളിതമായ പള്ളി അറകൾ പോലും വലിയ ക്ഷേത്രങ്ങളുടെ മാതൃകയിൽ പുനർനിർമ്മിക്കാൻ തുടങ്ങി. തീർച്ചയായും ഈ മാറ്റത്തിന് ഒരു സാംസ്കാരികമായ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പഠനങ്ങൾ പറയുന്നതിതാണ്. ഒരു കാലത്ത് സ്വതന്ത്രരും വിശാലമനസ്കരമായിരുന്ന ഒരു സമൂഹം ഇന്ന് കൂടുതൽ സാമുദായികമായി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ചേകവന്മാർ എന്നറിയപ്പെട്ട അവരുടെ യോദ്ധാക്കളുടെ പോരാട്ട വീര്യം, ആയുർവേദത്തിലെ അറിവ്, എന്തിനേയും നേരിടാനുള്ള സ്വാശ്രയത്വം, അതൊക്കെയായിരുന്നു അവരുടെ മുഖമുദ്ര. ആ തനിമയാണ് ഇപ്പോൾ പതുക്കെ മാഞ്ഞുപോകുന്നത്. അപ്പോൾ തീയരുടെ ഈ കഥ നമ്മളോട് അവസാനമായി ഒരു വലിയ ചോദ്യം ചോദിക്കുകയാണ്. ഒരു സംസ്കാരം അതിന്റെ തനിമ കൈവിട്ടും മറ്റൊന്നിലേക്ക് ലയിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നത്? അത് വെറും ആചാരങ്ങൾ മാത്രമല്ല, ഒരു ജനതയുടെ ചൈത്രമാണ്. അവരുടെ തനതായ കാഴ്ചപ്പാടുകളാണ്. ലോകത്തെ അവർ കണ്ടിരുന്ന രീതിയാണ്. അതെല്ലാമാണ് ഇല്ലാതാവുന്നത്. ഒരുപക്ഷേ ഈ നഷ്ടത്തെക്കുറിച്ച് നമ്മളെല്ലാവരും ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു.